ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ. ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപുഴ യൂണിറ്റ് സംരംഭകത്വ വികസന സെമിനാർ ജീവനം 2025 സംഘടിപ്പിച്ചു. മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു സ്വാഗതം ആശംസിച്ചു. റവറൻഡ് ഡോക്ടർ ഫാദർ വർഗീസ് താന്നിക്കാക്കുഴി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി TJ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. യൂണിറ്റ് CDO വിലാസിനി നന്ദി രേഖപ്പെടുത്തി. മികച്ച സംരംഭകയായ മേരി ജോണിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് റിപ്പോർട്ട് പ്രകാശനവും നടന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ PS രാധാകൃഷ്ണൻ നായർ വികസന സംരംഭത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ക്ലാസ്സിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. എല്ലാവരും സ്വപ്നങ്ങളൊക്കെ കണ്ട് പുതിയ പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സംരംഭ വേളയിൽ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിറ്റ് ഡയറക്ടർ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ചെറുപുഴ യൂണിറ്റിന്റെ കീഴിൽ നമുക്ക് മെച്ചമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതോപാധി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നമ്മുടെ പ്രവർത്തകരുടെ ഇടയിലേക്ക് നല്ല നല്ല സംരംഭങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ട ഉപാധികൾ ചെയ്തു കൊടുക്കണമെന്ന് അച്ഛന്റെ ഒരു വലിയൊരു ഡ്രീം അല്ലെങ്കിൽ സ്വപ്നമാണ് നമ്മൾ ഇനി സംരംഭകത്വ വികസന സെമിനാറിലൂടെ നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ഡെവലപ്മെന്റ് EDP എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് തഴക്കം വരികയും എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നത്. എല്ലാ മാസത്തെയും ലോൺ അപേക്ഷകൾ നമ്മളിങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ പദ്ധതി എന്ന് പറയുന്നത് എപ്പോഴും വിദ്യാഭ്യാസം, കച്ചവടം, വിദ്യാഭ്യാസം ഒന്ന്, കച്ചവടം ഒന്ന്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ എന്താണ് യഥാർത്ഥമായ ഒരു ഈ വായ്പയുടെ ഉദ്ദേശം? തീർച്ചയായും അത് സംരംഭകത്വമാണ്. ഒരു സംരംഭം ആരംഭിക്കുക, പ്രത്യേകിച്ച് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുക, അതുവഴി ഓരോ വ്യക്തിയുടെയും വരുമാനശേഷി വർദ്ധിപ്പിക്കുക, അങ്ങനെ ഓരോ കുടുംബത്തിന്റെയും വരുമാനശേഷി വർദ്ധിക്കുകയും നമ്മുടെ പൊതുവിലുള്ള നമ്മുടെ വരുമാന സ്രോതസ് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുക. നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ ആശുപത്രി, വീട്ടാവശ്യം, സ്വയം തൊഴില്, ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. പക്ഷെ അതൊന്നുമല്ല, നമുക്കറിയാം നിങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് വേണ്ടി എല്ലാ ലോൺ എടുക്കുന്നതെന്ന് നമുക്കും അറിയാം. പക്ഷേ ഇത് കറക്റ്റായിട്ട് യൂണിറ്റ് കമ്മിറ്റി അത് പോയി വെരിഫിക്കേഷൻ ചെയ്ത് മാത്രമേ ഈ ലോൺ പാസ്സാക്കി കൊടുക്കാൻ പാടുള്ളൂ എന്ന യൂണിറ്റ് കമ്മിറ്റിയുടെ അഭിപ്രായം വന്നിരുന്നു. എനിക്ക് അതിന് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അതിന്റെ വെച്ചപ്പോൾ നമ്മുടെ കടുമേനയുള്ള അപ്സര സംഘത്തിലൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ 5 പേര് ചേർന്ന് ഒരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്. അത് തുണിയാണ് അവര് ഒരു ആന്ധ്രനെ വരുത്തിയിട്ട് ഒരു വണ്ടി എടുത്ത് അതിൽ ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്ത് ശ്രേയസ് ചെറിയ യൂണിറ്റ് എന്നുള്ള ബാനറും വെച്ചിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. വികസന സെമിനാർ എന്നൊക്കെ പറഞ്ഞു അവനെ പേരിട്ടുകൊണ്ട് നമ്മൾ വിളിക്കുകയാണ്. അതെന്താണ്, എങ്ങനെയാണ് എന്നറിയുവാനുള്ള ഒരു ആകാംക്ഷയിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു വിജയം തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവാലുവേഷനും ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും നടത്തി. അപ്പൊ നമുക്ക് പറ്റുമെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മീറ്റിംഗിലും ഏതാണ്ട് 100-102 പേരുടെ അടുത്ത് നമുക്കിവിടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇന്നും ഏതാണ്ട് 70 മെമ്പർമാരുടെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മൾ പരിശ്രമിച്ചാൽ എന്തും വിജയിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ലോണുകളും. നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരു അത്താണിയാകാനായിട്ട്, നമ്മുടെ ഭർത്താവിന് ഒരു കൈത്തായമാകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ടാവും, പിള്ളേരുണ്ടാവും, പറ്റുമുണ്ടാവും, ആളുണ്ടാവും. വീട്ടിലെ ആളുകളൊന്നും ചിന്തിക്കണ്ട. ഒരു 1.5 മണിക്കൂർ എനിക്കൊന്ന് വിട്ടു തരണം. 1.5 മണിക്കൂർ എനിക്കൊന്ന് വിട്ടു തരണം. 1.5 മണിക്കൂർ എല്ലാ കാര്യം വീട്ടിലെ ഒരു കാര്യം ചിന്തിക്കണം. സംരംഭത്തിന്റെ ക്ലാസ് മാത്രം ചിന്തിക്കുക, അങ്ങനെ ഒന്നും ചിന്തിക്കണം. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഒരു സംരംഭം തുടങ്ങണം. എന്താ ചെയ്യുന്നത്? ഒരാൾ വേണം. മനസ്സിന് ആഗ്രഹമുണ്ട്, മനസ്സിന് ആഗ്രഹമുണ്ടെന്ന് തുടങ്ങുന്ന അല്ലേ? തുടങ്ങാൻ നമ്മൾ ആലോചിക്കുന്നത് അല്ലേ? എന്താണ് എന്നെ നമുക്ക് സംരംഭം തുടങ്ങണം. മൂലധനം വേണം. പണം ഉണ്ടെങ്കിൽ വ്യവസായം പറ്റുമോ? പണം നമ്മളെ ഉണ്ട്, മൂലധനം ഉണ്ട്, പറ്റുമോ? പണം വേണം അല്ലേ? നമ്മൾ എന്താദ്യം എന്താ പിന്നെ
ചെയ്യാനുള്ള നിമിഷം വേണം, ബോധം വേണം അല്ലേ? അതാണോ? ബോധം ഉണ്ടെങ്കിൽ ചെയ്യുമോ? ബോധം മാത്രം മതിയോ? നമുക്ക് എനിക്ക് സമയം കൊണ്ട് തുടങ്ങണം, എനിക്ക് തുടങ്ങിയേ പറ്റുള്ളൂ. അതായത് ചെറുപഴ തമിഴ് സമയം കൊണ്ട് തുടങ്ങണം. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ തുടങ്ങുന്നത് ഒരു ഓളോവിട്ടിനെ വിളിക്കാം. ഓളോവിട്ട് സത്യമുള്ള ഒന്ന് വിളിക്കും. എന്താ പിന്നെ അമ്മ ഞാൻ ആദ്യം സമയം പറയുന്നില്ല, ഒരാളും പറയുന്നില്ല അല്ലേ? നമ്മളെന്താ നമ്മുടെ വീട്ടിലെ ആരും ചിന്തിക്കുന്നതുകൊണ്ടാണ്. മറ്റുള്ള ഞാൻ പറഞ്ഞു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.